കൃഷ്ണദീപം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഫ്രോക്ക് നൈറ്റി ഒരു പാറ്റേണിൽ അളവെടുത്ത് കട്ട് ചെയ്തതിന് ശേഷം എങ്ങനെ തുണിയിൽ കട്ട് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഈ രീതിയിൽ ഏതൊരു തുടക്കക്കാർക്കും വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. 7 ഇഞ്ച് ഷോൾഡർ, 7 ഇഞ്ച് കൈക്കുഴി, 7 ഇഞ്ച് പോയിന്റ് കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സ്ക്വയർ ബോക്സ് വരയ്ക്കുക. കഴുത്ത് അകലം 3 ഇഞ്ച്, ബാക്ക് നെക്ക് 3, ഫ്രണ്ട് നെക്ക് 5 ഇഞ്ച് ഇറക്കം. ഇതിനെ ഒരു സ്ക്വയർ ബോക്സ് ആയിട്ട് വരയ്ക്കുക. ഇത് സ്കെയിൽ വെച്ച് വരക്കാം, ഞാൻ ടേപ്പ് വെച്ചാണ് വരയ്ക്കാറ്. ഇതുപോലെ സ്ക്വയർ ബോക്സ് ആയിട്ട് എടുക്കുക. ഇവിടെ ഒരു 3 ഇഞ്ചിൽ സ്ക്വയർ ബോക്സ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു റൗണ്ട് ഷേപ്പ്, ഇങ്ങനെ റൗണ്ടിൽ ഒരു ഷേപ്പ് ഇങ്ങോട്ട് കൊടുക്കുക. അതേപോലെ തന്നെ 5 ഇഞ്ചിൽ റൗണ്ട് ഷേപ്പ് ഇങ്ങോട്ട് കൊടുക്കുക. ബാക്കും ഫ്രണ്ടും നെക്ക് വരച്ച് കഴിഞ്ഞു. ഇനി ചെസ്റ്റ് അളവ് 38 ഒരു ഫ്രോക്ക് നൈറ്റിയാണ് കട്ട് ചെയ്യുന്നത്. 9.5 ശേഷം ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുക. ഇതിങ്ങോട്ട് ചേച്ച് വരയ്ക്കുക. ഇതിൻ്റെ പകുതിയെടുത്ത് ഇങ്ങനെ മാർക്ക് ചെയ്യുക. ആം ഹോൾ കുഴിച്ച് വരയ്ക്കുക. അവിടെ നിന്ന് ആം ഹോൾ കുഴിച്ചിങ്ങനെ വരയ്ക്കുക. ഇവിടെ നിന്ന് ഒരു 15 ഇഞ്ച് വേസ്റ്റ് മാർക്ക് ചെയ്യുക. അവിടെ നിന്നൊരു 9 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്, 1.5 എടുക്കുക കേട്ടോ, മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ നിന്ന് സ്ലിറ്റ് വരെയുള്ള അകലം എടുക്കുക. അത് ഓരോരുത്തരുടെ ഹൈറ്റിനനുസരിച്ചാണ്. എന്നാൽ ഞാനിവിടെ ഒരു 21, ഏകദേശം എല്ലാവർക്കും നല്ലൊരു അളവാണ്, 21 എടുത്തിട്ടുണ്ട്. പൊക്കനുസരിച്ചാണ് സ്ലിറ്റിൻ്റെ അളവ് വരുന്നത്. 21 എടുക്കുക. ഇവിടെ നിന്നൊരു 11.5 എടുക്കുക. ഇവിടെയും ഒരു സ്ട്രെയിറ്റ് ലൈൻ എടുക്കുക. ഇവിടെയും ഒരു സ്ട്രെയിറ്റ് ലൈൻ എടുക്കുക. എന്നിട്ട് ഈ മാർക്കിൽ നിന്ന് ഈ മാർക്കിലേക്ക് ഒരു ഷേപ്പ് കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ കയറ്റി വെക്കേണ്ട, അല്ലെങ്കിൽ വീഡിയോ കാണാൻ പറ്റില്ല, ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഇനി ഇവിടെ നിന്ന് ചരിച്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. ശേഷം ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഇതുപോലെ തന്നെ സ്ലോപ്പ് ചെയ്ത് വരാം. ഇതിവിടെ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ അറ്റം ഇങ്ങനെ താഴത്തേക്ക് പൊങ്ങിക്കിടക്കുക, അതില്ലാതിരിക്കാനാണ്, അങ്ങനെ ഒരു ഇത് വരാതിരിക്കാനാണ് ഇവിടെ നമ്മൾ ഇങ്ങനെ കുഴിച്ച് വെക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. വീഡിയോയിൽ ഇത് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ നീക്കിയാണ് കട്ട് ചെയ്യുന്നത്.
ഷോൾഡർ സ്റ്റോപ്പ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് ഇപ്പോൾ ഒരു പാറ്റേൺ എടുത്തേക്കുന്നതുകൊണ്ട് ഞാൻ ബാക്ക് കഴുത്ത് മാത്രമാണ് കട്ട് ചെയ്യാൻ കാണിക്കുന്നത്. ഫ്രണ്ട് കഴുത്ത് നമുക്ക് തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ ചെയ്യാം. ബാക്ക് കഴുത്ത് രണ്ടും കൂടി വെച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് കഴുത്ത് ഒരെണ്ണം മറിച്ച് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. അതിപ്പോൾ ഒരു പാറ്റേൺ ഉള്ളതുകൊണ്ട് എടുത്തേക്കണതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ബാക്ക് കഴുത്താണ് കട്ട് ചെയ്തേക്കണത് കേട്ടോ. ഇനി ഇതിൻ്റെ താഴേക്കാണ് മെറ്റീരിയലിൽ നമ്മൾ ഇപ്പോൾ നൈറ്റി മെറ്റീരിയൽ ആണെങ്കിൽ 290 ആയിരിക്കുമല്ലോ. 290 3 മീറ്റർ ഉണ്ട് ആണെങ്കിലും ഈ പാറ്റേണിന് താഴത്തേക്ക് വരുന്നത് എത്രയാണോ അതാണ് ആവശ്യത്തിന് നമ്മൾ ഫില്ലായിട്ട് എടുക്കണം. അത് നമ്മൾ തുണിയിൽ കട്ട് ചെയ്ത് കാണിക്കാം. ഇതിൽ സ്ലീവ് നമ്മുടെ 7 ഇഞ്ച് സ്ലീവിൻ്റെ പാറ്റേൺ കൂടി എടുക്കാം. അപ്പോൾ ഇവിടെ 7 ഇഞ്ച് നീളം എടുക്കണം കേട്ടോ. ഇവിടെ നമ്മൾ ഒരു 9.5 അവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണേ. 9.5 നമ്മുടെ ചെസ്റ്റ് അളവ്. ഇവിടെ നിന്ന് ഒരു 3 ഇഞ്ച് നമുക്ക് കുഴിച്ച് വെക്കാം. ബെഡ് പോയിന്റ് ഇടാം. ആ 3 ഇഞ്ചിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 6.5 ഇഞ്ച് കൊടുത്തിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഷേപ്പ് ചെയ്ത് വരാം. നമുക്ക് സ്ലീവിൻ്റെ കട്ടിങ് കഴിക്കാം. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്ലീവ് സാധാ നോർമൽ സ്ലീവാണിത്. ഈ തുണിയിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഫോൾഡ് ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഒരു 3 ഇഞ്ച് നീക്കി കൊടുത്തിട്ട് 3 2 നീക്കി കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഈ സ്ലീവ് വെച്ചിട്ട് പഫ് ഇട്ട് കൊടുക്കാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെ കട്ട് ചെയ്യാം. ഇല്ല എങ്കിൽ ഇങ്ങനെ തന്നെ ഫോൾഡിങ്ങിൻ്റെ സൈഡിൽ വെച്ചിട്ട് തന്നെ ഇവിടെ നമുക്ക് മുകളിലേക്ക് ഒരു 2 ഇഞ്ച് അത് ഇതുപോലെ പാറ്റേൺ എടുക്കണമെങ്കിൽ എടുക്കുകയും ചെയ്യാം. ഇവിടെ നിന്ന് ഒരു 2-3 ഇഞ്ചോ ഇങ്ങനെ ഒരു ക്യാപ്പ് പോലെ കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കുഴിച്ച് ഇങ്ങോട്ട് വരച്ച് ഈ സ്ലീവ് കട്ട് ചെയ്തെടുക്കും. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നേരെ കട്ട് ചെയ്യുക. ഇവിടെ ഇലാസ്റ്റിക് ഇടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഷേപ്പ് സ്ലീവ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്യാം. നമ്മുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് മെറ്റീരിയലിൽ കട്ട് ചെയ്ത് കാണിക്കാം. പാറ്റേൺ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്.